കോർപ്പറേറ്റ് മേഖലയിൽ മികച്ച കരിയർ എന്നുള്ളത് എല്ലാ സ്റ്റുഡൻസിൻ്റെയും വലിയൊരു സ്വപ്നമാണ്. പക്ഷേ എങ്ങനെയാണ് ആ സ്വപ്നം നിറവേറ്റുക എന്നുള്ളത് പലപ്പോഴും കൺഫ്യൂഷനുള്ള ഒരു പോയിൻ്റാണ്. ഇന്ന് ഒരുപാട് ജോലി അവസരങ്ങളാണ് കോർപ്പറേറ്റ് അഡ്മിഷൻ മേഖലയിൽ വരുന്നത്. അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ HR ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ 12-ലധികം ജോലി മേഖലകൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, വിദേശ രാജ്യങ്ങളിലെല്ലാം വരുന്നുണ്ട്. പക്ഷേ അതിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ +2 അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിഗ്രി കൊണ്ട് മാത്രം ഇന്ന് സാധിക്കുന്ന പോയിൻ്റ് അല്ല. കാരണം അതിലെല്ലാം വരുന്ന കോർപ്പറേറ്റ് കമ്പനീസാണ്. മികച്ച കാൻഡിഡേറ്റ്സിന് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, ചൂസ് ചെയ്യുകയുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ +2 ഡിഗ്രിക്ക് ശേഷം കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്കുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഗ്ലോബൽ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള പ്രോഗ്രാംസ് ചൂസ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. കാരണം അത്രയും കോമ്പറ്റീഷനുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. എസ്പെഷ്യലി AI കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനീസിന് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിന് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റെസ്യൂമിന് ഫസ്റ്റ് ഓഫ് ഓൾ വാല്യൂ ലഭിക്കുന്ന കാര്യങ്ങൾ, ആവശ്യമായിട്ടുള്ള സ്കിൽ സെറ്റുകൾ, സബ്ജക്റ്റ് നോളജ്, ഇതെല്ലാം എൻഷുർ ചെയ്യുക. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സർവീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഓഫ്ലൈനായിട്ടും ഓൺലൈനൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ പഠിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഏറ്റവും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ കൂടിയാണ് കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്കൊക്കെ അറിയാൻ പറ്റും, പണ്ട് കാലത്തൊക്കെ ഇതിന് ചെറിയൊരു ഓഫീസ് ജോബ് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടേണ്ട ഒരു ഓപ്ഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് ലെവലിലേക്ക് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, IT, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, അങ്ങനെ തുടങ്ങിയ എല്ലാ ഇൻഡസ്ട്രിയിലും ജോലി സ്വന്തമാക്കാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്താണോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രോഗ്രാം കൂടി തിരഞ്ഞെടുത്തിട്ട് വേണം +2 ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതിൽ വരുന്ന ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സർവീസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം.